ആപ്പിൾ എന്ന ബഹുരാഷ്ട്ര കുത്തക കമ്പനിയുടെ തലച്ചോർ എന്നറിയപ്പെട്ടിരുന്ന സ്റ്റീവ് ജോബ്സിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. അദ്ദേഹത്തെ പറ്റി വേറെ ആർക്കും അറിയാത്ത, അദ്ദേഹത്തിന് പോലും അറിയാത്ത ചില കാര്യങ്ങളാണ് ഈ മഹാനായ ജ്ഞാനി അതല്ലെങ്കിൽ സ്വാമി നമ്മളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത്. ഇത് നിങ്ങൾ കണ്ടു കഴിയുമ്പോഴേക്കും നിങ്ങളുടെ ഉള്ളിൽ പോസിറ്റീവ് എനർജി നിറഞ്ഞ് നിങ്ങൾ ചിലപ്പോൾ നിങ്ങളല്ലാതായി മാറും. അപ്പം നമുക്ക് ആ കഥയൊന്ന് കേൾക്കാം. ലോകത്തിലെ ഏറ്റവും കൂടുതൽ വാല്യൂ ഉള്ള സ്റ്റോക്സ്, ഏറ്റവും വലിയ ഷെയർസ് ഉള്ള കമ്പനി, വാല്യൂ ഷെയർസ് ഉള്ള കമ്പനി ആപ്പിൾ കമ്പനി. അതെ 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 ആപ്പിൾ ഐഫോണുകള്, ഐവാച്ചുകള്, ഐമാക്കുകള് കേട്ടില്ലേ? ഇതിന്റെ സ്ഥാപകൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ പേര് സ്റ്റീവ് ജോബ്സ്. അതും അറിയാം. കടബാധ്യത കൊണ്ട് ആത്മഹത്യയിലെത്തിയാണ്. അദ്ദേഹത്തിനെ ഒരിക്കൽ ആരോ ഇന്ത്യയിലേക്ക് പറഞ്ഞേക്കാൻ. അദ്ദേഹം എത്തുന്നത് അന്ന് ഉത്തരേന്ത്യയിലെ ഹിമാലയത്തിലെ ഒരു സ്വാമിജി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് നീം കറോളി ബാബ. ആരാണ്? നീം കറോളി. വിദ്യാഭ്യാസമൊന്നുമില്ല, ഒരു വിദ്യാഭ്യാസമില്ല. നീൽ ക്രോറി ബാബ ആയിക്കോട്ടെ. പക്ഷെ ജപിച്ച് അദ്ദേഹം എപ്പോഴും നാമജപമാണ്. ഈ നീം കറോളി ബാബയുടെ ആശ്രമത്തിൽ അദ്ദേഹം താമസിച്ചു ഒരു മാസം. അവിടെ ഇങ്ങനെ ഭക്ഷണമൊക്കെ കിട്ടും ഇഷ്ടമാതിരി. ബാബയുടെ ആശ്രമത്തിൽ ഇങ്ങനെ ആൾക്കാർ വരും. ഭാഗ്യം, അതുകൊണ്ട് സ്റ്റീവ് ജോബ്സിന് പട്ടിണി കിടക്കേണ്ടി വന്നില്ല ഈ പുള്ളിയുടെ വീട്ടില്, ആശ്രമത്തില്. എന്നിട്ട് പോകുന്ന സമയത്ത് പറഞ്ഞു ബാബ ബ്ലെസ് മീ. ആ സമയത്ത് ആരോ ബാബയ്ക്കൊരു ആപ്പിൾ കൊടുത്തിരുന്നു. ഇങ്ങനെ പലരും വരും കൊടുക്കും ആപ്പിള്. അപ്പൊ ഇദ്ദേഹം ബ്ലെസ് മീ എന്ന് പറഞ്ഞപ്പോ ഈ ബാബ അവിടുന്ന് ഒരു ആപ്പിൾ എടുത്ത് ഒരു കട്ടി പേര് വെച്ച് കൊടുത്തു. ഇദ്ദേഹത്തിന്റെ ഉള്ളിൽ അങ്ങോട്ട് സ്പാർക്ക് പോലെ അടിച്ചു. ആപ്പിളിന്റെ ഒരു കഷ്ണം മുറിച്ച ആപ്പിൾ ഉണ്ടല്ലോ, ഒരു സ്പാർക്ക് നിങ്ങളുടെ ഉള്ളിൽ വന്നില്ലേ? ഈ സെയിം സ്പാർക്കാണ് അന്ന് സ്റ്റേജിന്റെ ഉള്ളിൽ വന്നത് കേട്ടോ. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, അന്ന് ഈ ആപ്പിളിന് പകരം ആ സ്വാമി ചക്രവർണി ബാബു എന്തൊരു ആ സ്വാമി ഒരു തേങ്ങ ചക്കയോ എറിഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി. നല്ല രസമായിരിക്കും എമ്പളം കാണാം അല്ലേ? നമ്മുടെ ഈ ഫോണിൻ്റെ പുറകിലൊക്കെ ചക്ക വെച്ച് പോകുന്ന നല്ല രസം ഉണ്ടാവില്ലേ? അപ്പോൾ എന്തായാലും നിങ്ങൾ ചാർജ് ചെയ്യുന്നത് എനിക്ക് മനസ്സിലായി. ഇത്രയുള്ള സംഭവം. സ്പാർക്ക് വരട്ടെ.